ഒരു കൊല്ലത്തിലധികമായി ഈ കോളിഫ്ലവർ ചെടി ഇവിടെ വളരാൻ തുടങ്ങിയിട്ട്. വളരെ നീണ്ട തണ്ട്, തെങ്ങിൻ്റെയൊക്കെ തടി പോലെ. ഇതാന്ന് ലെയർ ചെയ്തെടുത്ത ചെടിയാണ് അപ്പുറത്ത് കാണുന്നത്. ഇതാണ് ഒറിജിനൽ ചെടി. നന്ന ചെറിയ തൈയായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. നേരത്തെ ഞാൻ ശിഖരം വെട്ടി നട്ടിട്ടുണ്ടായ തൈകളൊക്കെ കാണിച്ചില്ലേ, അത് ഇതിൻ്റെ ശിഖരമായിരുന്നു. പക്ഷേ ഒറിജിനൽ തൈ ഇത് കൊണ്ടുവന്ന സമയത്ത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലോണം വളർന്നു. ലെയറിങ് ചെയ്ത ചെടിയും നല്ലോണം വളർന്നു. ലെയറിങ് ചെയ്ത ചെടി ഞാൻ പിന്നീട് ചെടിച്ചട്ടിയിൽ നിന്ന് മണ്ണിലേക്ക് നട്ടു. ഇനി മണ്ണിൽ നട്ടാലെങ്കിലും കോളിഫ്ലവർ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു കുഞ്ഞ് ചെടിച്ചട്ടിയിലാണ്, കണ്ടമാനം വളർന്നിട്ടുണ്ട്. ഇലകൾ കൊഴിഞ്ഞു പോയിട്ട് ആ തണ്ടിങ്ങനെ നിൽക്കണ കണ്ടില്ല. അത് സാധാരണ കോളിഫ്ലവറിന് കാണാറില്ല. നേരത്തെ ഈ കോളിഫ്ലവറില്ലേ ഇതുപോലെ കാണാറ്. പ്രൂൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായോ. തനി മരത്തിൻ്റെ കട്ടി മരം, വിറകിൻ്റെ പോലെ. സാധാരണ ഇവിടെ ചെടികളൊക്കെ പ്രൂൺ ചെയ്യണ ഒരു നീണ്ട കത്രിക ഉണ്ട്, ഒരു 1.5 അടി നീളമുള്ളത്, നല്ല വലിപ്പമുള്ള കത്രിക. അത് വെച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. അവസാനം ഞാൻ വാക്കത്തി എടുത്തുകൊണ്ടൊന്ന് വെട്ടി. അത് തന്നെ എത്ര 4-5 വെട്ട് വെട്ടിയിട്ടാണ് ഇതൊന്ന് മുറിഞ്ഞ് കിട്ടിയത്. ഭയങ്കര കട്ടി. ഇങ്ങനെ ഞാൻ കോളിഫ്ലവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല ചെടി. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ, കഴിഞ്ഞ ദിവസം ആ ഒരു കുറ്റി കണ്ടോ, വെള്ളരി പ്രൂൺ ചെയ്തതിൻ്റെ കുറ്റി ആ ചെടിച്ചട്ടിയുടെ സൈഡിൽ, ആ ചെടിച്ചട്ടിയിൽ അങ്ങ് നട്ടു കൊടുത്തു. ഒരു മൺകോരി കൊണ്ടൊരു കുഴി ഉണ്ടാക്കിയിട്ടു. ആണെങ്കിൽ വളരട്ടെ, പുതിയ ചെടിയായിട്ട് മറ്റേ ആ ലെയറിങ് ചെയ്തതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ, വളരുകയാണെങ്കിൽ നല്ല കാര്യം. വളർന്നില്ലെങ്കിലും സാരമില്ല, ഇതുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. 2 ചെടിയും കാര്യമൊന്നുമില്ല. ഇനി അപ്പുറത്ത് ആകെ എനിക്കുള്ള പ്രതീക്ഷ, പുതുതായിട്ട് ശിഖരം നട്ടുണ്ടാക്കിയ 3 ചെടികളിൽ 2 എണ്ണം വളരുന്നുണ്ട്. അതിപ്പോൾ കണ്ടാൽ സാധാരണ കോളിഫ്ലവറിൻ്റെ കുഞ്ഞു തൈ പോലെയുള്ളൂ. അതിലാണ് എനിക്കിപ്പോൾ ആകെ പ്രതീക്ഷ. ഇത് 2 എണ്ണത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും വെറുതെ കത്തിച്ച് കളയണേക്കാളും നല്ലത് അവിടെ ഇരുന്നോട്ടെ. ചിലവൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് വളം ചെയ്യുന്നുണ്ട്, അതൊരു ചിലവാണ്. പക്ഷെ അതൊക്കെ പിന്നെ കൂട്ടത്തിലങ്ങ് പൊക്കോളും. എങ്ങാനും കോളിഫ്ലവർ ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷമായി, ഇല്ലെങ്കിൽ പോട്ടെ. പിന്നെ ഈ കുറ്റി ഉണ്ടല്ലോ, ഈ കുറ്റിയിൽ നിന്ന് പുതിയ തളിര് വരുന്നുണ്ടോ എന്ന് നോക്കാം. പലവിധ പരീക്ഷണങ്ങളാവാം. അത് മാത്രമേ ഇപ്പോൾ ഇതിലൊരു കാര്യം തോന്നണുള്ളൂ.